Good evening everyone, Sudeep Annani here. So നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കുറേ കമൻറ്റ് ചെയ്തിട്ടൊരാൾ തന്നെ സെയിം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാറേ എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു, അല്ലെങ്കിൽ നീ അത് നന്നായി ചെയ്യണമായിരുന്നു, കുറേ കൂടി ബെറ്റർ ആയിട്ട് നിനക്കത് ആസ്വദിക്കാൻ കഴിയുമായിരുന്നു എന്നതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നു. സോ ഐ തോട്ട് ടു ഗോ ഫോർ ഇറ്റ് ടുഡേ. അപ്പോൾ ഇന്ന് നമ്മൾ ആ കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. റൈറ്റ്, നോക്കൂ, ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ ചെയ്യേണ്ടതായിരുന്നു എന്നൊക്കെ പറയില്ലേ. നീ അത് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ നിനക്കത് നന്നായി ചെയ്യേണ്ടതായിരുന്നു, നീ അത് നന്നായി ചെയ്യേണ്ടതായിരുന്നു, നീ അവനെ കൂടി ക്ഷണിക്കണമായിരുന്നു, അല്ലെങ്കിൽ നീ ഞങ്ങളോട് ആ കാര്യങ്ങളൊക്കെ തുറന്ന് പറയണമായിരുന്നു, അതല്ലെങ്കിൽ നീ പരിപാടി കുറച്ച് മുമ്പ് എന്ത് ചെയ്യണമായിരുന്നു, തുടങ്ങണമായിരുന്നു. അപ്പോൾ അങ്ങനെ നിനക്ക് കറക്റ്റ് ടൈമിൽ തന്നെ ഫിനിഷ് ചെയ്യായിരുന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ചെയ്യണമായിരുന്നു എന്ന് പറയാൻ ഏത് ടെക്നിക്കാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക എന്നാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഹിയർ ഇറ്റ് ഈസ് should have plus V3. should have plus V3. V3 എന്ന് പറയുന്നത് വെർബിന്റെ തേർഡ് ഫോം ആണ്. റൈറ്റ് അല്ലേ, തേർഡ് ഫോം ആണ് വെർബിന്റെ തേർഡ് ഫോം. ഫോർ എക്സാമ്പിൾ ഗോ, വെന്റ്, ഗോൺ, ഗോൺ അല്ലേ. അപ്പോൾ ആ തേർഡ് ഫോമാണ് നമ്മൾ ഉപയോഗിക്കുക. ഷുഡ് ഹാവ് എന്ന് പറഞ്ഞ ടെക്നിക്കാണ് ഉപയോഗിക്കുക. അതിൻ്റെ കൂടെ വെർബിന്റെ തേർഡ് ഫോം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ ചെയ്യേണ്ടതായിരുന്നു എന്ന അർത്ഥം കിട്ടും, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കും. സി ഹിയർ, ഇവിടെ നോക്കൂ, യു ഷുഡ് ഹാവ് ആസ്ക്ഡ്. യു ഷുഡ് ഹാവ് ആസ്ക്ഡ് എന്താ, നീ ചോദിക്കണമായിരുന്നു അല്ലേ, നിങ്ങളത് ചോദിക്കണമായിരുന്നു, അല്ലെങ്കിൽ യു ഷുഡ് ഹാവ് ആസ്ക്ഡ് പെർമിഷൻ. നീ പെർമിഷൻ എന്ത് ചെയ്യണമായിരുന്നു, ചോദിക്കണമായിരുന്നു. അല്ലെങ്കിൽ യു ഷുഡ് ഹാവ് ആസ്ക്ഡ് ബിഫോർ യു കം. നീ വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണമായിരുന്നു, ചോദിക്കണമായിരുന്നു. അപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ ചെയ്യേണ്ടതായിരുന്നു എന്നൊക്കെ പറയാൻ നമുക്ക് ഷുഡ് ഹാവ് ഉപയോഗിക്കാം, പ്ലസ് വെബിൻ്റെ തേർഡ് ഫോം ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് കം, ഗിവൺ, ഇൻവൈറ്റഡ്, ഹൈഡ്, ടെസ്റ്റഡ് അല്ലേ. ഈ കം എന്ന് പറയുന്നത് തേർഡ് ഫോം ആണ്. കം, കെയിം, കം. അതിൻ്റെ ഫസ്റ്റ് ഫോമും തേർഡ് ഫോമും ഒക്കെ എന്ത് തന്നെയാണ്, സെയിം ആണ്. റൈറ്റ് അല്ലേ. അപ്പോൾ ഇനി നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, നമുക്ക് മനസ്സിലായി ഷുഡ് ഹാവ് പ്ലസ് V3 അല്ലേ. യു ഷുഡ് ഹാവ് ആസ്ക്ഡ്, നീ ചോദിക്കണമായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന അർത്ഥം ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ ചെയ്യേണ്ടതായിരുന്നു എന്നാണ് അല്ലേ. ഇനി നമുക്ക് യു മാത്രമല്ല, ഐ, ദേ, വി, ഹി, ഷീ, നെയിംസ് അല്ലേ, എന്തും നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. അപ്പോൾ ഇനി നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഐ ഷുഡ് ഹാവ് come with her. I should have come with her. എന്താ, ഞാൻ അവളുടെ കൂടെ വരേണ്ടതായിരുന്നു അല്ലെങ്കിൽ വരണമായിരുന്നു. റൈറ്റ് അല്ലേ. അപ്പോൾ ഇത് വളരെയധികം എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക, വെർബിൻ്റെ തേർഡ് ഫോം ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതൊരു നല്ലൊരു പ്രാക്ടീസ് സെഷൻ കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്തതുപോലെ ഇവിടെ നമ്മുടെ എല്ലാ ഹെഡ്സും എഴുതുക, ഷുഡ് ഹാവ് എഴുതുക, എന്നിട്ട് കുറേ തേർഡ് ഫോമുകൾ ഇതുപോലെ ഗിവൺ, ഇൻവൈറ്റഡ്, ഹൈ, ടെസ്റ്റഡ് അങ്ങനെ എഴുതുക. അങ്ങനെ നന്നായിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ നോക്കൂ, അവള് ആ സോഫ്റ്റ്വെയർ നന്നായിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു അല്ലെങ്കിൽ ചെയ്യണമായിരുന്നു. എങ്ങനെ പറയാ, ഷീ ഷുഡ് ഹാവ് ടെസ്റ്റഡ് ദാറ്റ് സോഫ്റ്റ്വെയർ അല്ലേ. റൈറ്റ്. അപ്പോൾ ഷുഡ് ഹാവ് പ്ലസ് V3 വെർബിൻ്റെ തേർഡ് ഫോം ആണ്. എന്തർത്ഥം തരാൻ വേണ്ടി ഉപയോഗിക്കുക അല്ലെങ്കിൽ എന്തർത്ഥം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുക, ചെയ്യേണ്ടതായിരുന്നു അല്ലെങ്കിൽ ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ രണ്ട് മലയാളം പറയുന്നത് നമ്മുടെ ഡിഫറൻസ് ഉണ്ടായിരിക്കും ആ പറയുന്നതിൽ, അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. റൈറ്റ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഷുഡ് ഹാവ് പ്ലസ് V3. അപ്പോൾ താഴെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പാസ്റ്റിൽ നിങ്ങൾ ചെയ്യേണ്ടതായിരുന്നു അല്ലെങ്കിൽ ഞാനത് ചെയ്യണമായിരുന്നു എന്നൊക്കെ പറയുന്ന കുറച്ച് എക്സാമ്പിൾസ് എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഗുഡ് നൈറ്റ്.